ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ കലാപരിപാടി അറിഞ്ഞെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇന്ന് ഉണ്ടാക്കുന്ന ഡ്രിങ്കിൻ്റെ പേരെന്തെന്നറിയോ? ആപ്പിൾ സാഗോ ഡ്രിങ്കാണ്. ഞാനിട്ട പേരാണ് ആപ്പിൾ സാഗോ ഡ്രിങ്ക്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. സാഗോ ഡ്രിങ്ക് ആയതുകൊണ്ട് ഇതിലിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സാബുനരിയാണ്. അതുകൊണ്ട് 1.5 കപ്പോളം ഞാൻ സാബുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. നല്ലതുപോലെ വെന്ത് വരണം ഈ സാബുനരി. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ ടൈമിൽ നമുക്ക് വേറൊന്നുകൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ 2.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ കൂടുതൽ ആളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് 2.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു 2.5 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് ഇതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മിക്സ് വേണേൽ നമുക്ക് പാല് തിളച്ച് വരുന്ന ആ ടൈമിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നേരത്തെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്യാസിലൊന്നും വെച്ച് കൊടുത്തിട്ടാണ്. അതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാൽ തിളച്ച് വരുന്ന ആ ടൈമിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വേവിക്കാനോ അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രിങ്ക് ആണല്ലോ, മധുരം വേണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് തന്നെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതിന്. അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ നോക്കുക. സാബുനരി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലോട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കും, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല, അതുപോലെ ആവും. അതുകൊണ്ട് അരിപ്പയിലിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കസ്റ്റർഡ് മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടെല്ലാം ആറി ചെറിയൊരു തണുപ്പ് വന്നതിന് ശേഷം ഞാനിതിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്കിലേക്ക് കുറച്ച് ആപ്പിൾ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ സാഗോ ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ ഞാൻ 2 ആപ്പിൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സാബുനരി ഉണ്ടല്ലോ, നേരത്തെ വേവിച്ച് വെച്ച സാബുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സാബുനരിൻ്റെ ക്വാണ്ടിറ്റി കൂടിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് ഞാൻ നേരത്തെ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാഷ്യൂ ബദാം ഉണ്ടല്ലോ അതും കൂടി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ്സാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ, ഈ ഡ്രിങ്ക് നമുക്ക് മാംഗോ വെച്ച് ചെയ്യാൻ പറ്റും, സ്ട്രോബെറി വെച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ എൻ്റെ കൈവശമുള്ളത് ആപ്പിളാണ്. അപ്പോൾ അത് വെച്ച് ഒന്നുണ്ടാക്കിയതാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പ്ലാൻ ഇട്ടത് മാംഗോ വെച്ചിട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ ഇപ്പോൾ മാംഗോ ഇല്ലല്ലോ, മാംഗോൻ്റെ സീസൺ അല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആപ്പിൾ വെച്ചാണ് ഇതുണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഈ ഡ്രിങ്കിന് പേരിട്ടത് ആപ്പിൾ സാഗോ ഡ്രിങ്ക് എന്ന്. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. പിന്നെ ഇനി ഇത് ഒരു മൊഞ്ചൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും?
ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരാലോ. എനിക്കുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ ആ റെസിപ്പി അതിന് എന്തായാലും ഡ്രിങ്ക് ആയാലും ഡെസേർട്ട് ആയാലും പിന്നെ കറി ഐറ്റംസ് ആയാലും എന്ത് ഐറ്റംസ് ആയാലും അത് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബൗളിലേക്ക് മൊഞ്ചിൻ്റെ ബൗള് മൊഞ്ചിൻ്റെ ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഞാനിതാ അതുപോലൊരു മൊഞ്ചിൻ്റെ ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ട് തന്നെ കുറേ കാലമായി, ഇതുവരെ ഞാൻ അതിലുണ്ടാക്കിയിട്ടൊന്ന്. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ മൊഞ്ചിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നൊരു കറക്കിയിട്ട് അങ്ങ് എടുത്ത് കുടിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഏതായാലും ഞാനിത് എടുത്ത് കുടിക്കാനൊന്നും പോകുന്നില്ല, കാരണം നമ്മളെ തൊണ്ടയ്ക്ക് പണി കിട്ടും. പിന്നെ നാളെ വോയിസ് ഇടാൻ നമ്മൾ ഈ സൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് എടുത്ത് കുടിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഓൾറെഡി നല്ല തണുപ്പാണ്. പിന്നെ ഒരു കണ്ടൻറ്റ് വേണമല്ലോ പറഞ്ഞിട്ട് പെറുക്കിയിട്ടതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.